നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യർ തന്നെയാണ് എല്ലായിടത്തും പെരുമാറുന്നത്. അവർക്കെല്ലാവർക്കും സമാധാനം നൽകുന്ന സന്ദേശങ്ങളാണ് ഇസ്ലാം നൽകുന്നത്. ശരി, ജനങ്ങളെ, നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ജീവിതമുണ്ട്, ഭാരമുണ്ട്, ആശുപത്രിയുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. പക്ഷേ പരലോകമുണ്ട്. ആ പരലോകത്ത് നമുക്ക് ഒരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. ആ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇഹലോകത്ത് നഷ്ടങ്ങളൊന്നുമില്ല. കച്ചവടം ചെയ്യാം, കൃഷി ചെയ്യാം, ഏർപ്പാടുകളാകാം, ഇടപാടുകളാകാം, എല്ലാം ചെയ്യാം. കൂട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, സാമൂഹ്യ രംഗത്ത് സൂക്ഷ്മതയുടെ വശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാവുന്നതാണ്. ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സംഘടനകളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഉണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ ഇതാ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ISM, ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീൻ യുവജന വിഭാഗം ഒരു സന്ദേശം സമർപ്പിക്കുന്നു. ഇസ്ലാം ശാന്തിയുടെ, സമാധാനത്തിൻ്റെ സന്ദേശമാണ്. അവസാനിപ്പിക്കുകയാണ്. ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാട്ടിലേക്ക് പോകുന്ന സന്യാസിയാകുന്ന സൂഫി വര്യന്മാരാകുന്ന ധാരാളം ആളുകളെ കാണാം. ശരിയാണ്, അവരവിടെ ചെന്ന് ഒരു ചെറിയ സമാധാനം അനുഭവിക്കുന്നുണ്ട്. കുടുംബങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട്, മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ഭാര്യാസന്താനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ അവർ തിരിച്ചു വന്നാലോ, ഇവരിവിടെ ഒറ്റക്കാകുമ്പോഴോ, കാട്ടിൽ പന്നിയുടെയും സിംഹത്തിൻ്റെയും പുലിയുടെയും ആനയുടെയും ചേരയുടെയും പാമ്പിൻ്റെയും കൂടെ കഴിയാൻ നല്ല സുഖമാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. വീട്ടിലേക്ക് മടങ്ങി വന്നാലോ, അതുകൊണ്ട് അത് ശാശ്വത പരിഹാരമില്ല. അല്ല, കന്യാസ്ത്രീയായാലോ കുടുംബം വേണ്ട, ഭാര്യയാകേണ്ട, ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട. പക്ഷേ എല്ലാവരും കന്യാസ്ത്രീയായാൽ പിന്നെ കന്യാസ്ത്രീ ഉണ്ടാവുമോ? അടുത്ത തലമുറ കന്യാസ്ത്രീയായി ഉണ്ടാവുമോ? ഇല്ല. ഗർഭപാത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റുമോ? മുലപ്പാലിൻ്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടത് പരിഹാരമല്ല. അതുകൊണ്ട് സന്യാസിമാരോട്, കന്യാസ്ത്രീകളോട്, സൂഫി വര്യന്മാരോട്, വൈരാഗികളോട്, ഗുഹയിൽ താമസിക്കുന്നവരോട് നാട്ടിലേക്ക് മടങ്ങി വരാനാണ് ഇസ്ലാം പറയുന്നത്. ഈ ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശം നിങ്ങൾ മുന്നിൽ വെക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ അല്ലാഹുവെ ഉൾപ്പെടുത്തുമാറാകണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവെ ശിഫ നൽകണമേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലാഹുവേ മക്കളെ കൊടുക്കുമാറാകണേ. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും അനുഗ്രഹമരുളുമാറാകണമേ നാഥ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.